മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല ശ്രീകോവിലിന്റെ സ്വർണ്ണപ്പാളികൾ പൊതിഞ്ഞ വാതിലുകൾ മാറ്റി സ്ഥാപിച്ചതിലും ദുരൂഹതയുണ്ട് എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ ദേവസ്വം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ, തിരുവാഭരണ കമ്മീഷൻ ബൈജു എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടിയാണ് റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയതെന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ ദേവസ്വം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ, തിരുവാഭരണ കമ്മീഷണർ ബൈജു എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടിയാണ് റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ബൈജുവിന് കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. സുധീഷ് കുമാർ 5 ദിവസമായി റിമാൻഡിലുമാണ്. അടച്ചിട്ട കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രതികളും മാത്രമാണ് വാദം കേട്ടത്. കടുത്ത പോലീസ് സുരക്ഷയിലാണ് പ്രതികളെ കോടതിയിലെത്തിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ ദിവസം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ, തിരുവാഭരണ കമ്മീഷണർ ബൈജു എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടിയാണ് റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ബൈജുവിന് കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. സുധീഷ് കുമാർ 5 ദിവസമായി റിമാൻഡിലുമാണ്. അടച്ചിട്ട കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രതികളും മാത്രമാണ് വാദം കേട്ടത്. കടുത്ത പോലീസ് സുരക്ഷയിലാണ് പ്രതികളെ കോടതിയിൽ എത്തിച്ചത്.